ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചേനയും ചേമ്പുമാണ് കേട്ടോ കറിയായിട്ട് ചോറിന് കൂട്ടാനുണ്ടാക്കുന്ന. ഞാൻ ചേമ്പ് ഉടച്ച് താളിക്കുകയും ചേന പൊരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി കഴിക്കണേ, നല്ല ടേസ്റ്റാണ്. ഇവിടെ ചേനയൊക്കെ പൊരിച്ചാൽ മക്കളങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കും പോലെ ഒറ്റയ്ക്ക് കഴിക്കും. അപ്പം ഞാൻ ചേമ്പൊക്കെ തോല് കളഞ്ഞ് കുക്കറിൽ ഇട്ട് ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചത് പെട്ടെന്നാവാൻ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. ഒരു 3 വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചേന ഞാനിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടറ്റോ ഒക്കെ പൊരിക്കാൻ തേച്ച് വെക്കില്ല, അങ്ങനെ തേച്ച് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും ലാസ്റ്റിൽ. അപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആക്കിയിട്ട് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പൊരിക്കാൻ അതിൽ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പത്തിരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊരിക്കുന്നതിലൊക്കെ പത്തിരിപ്പൊടിയോ കോൺഫ്ലോറൊക്കെ കൂട്ടിയാൽ പിന്നെ എണ്ണ അങ്ങനെ കുടിക്കില്ല. അപ്പോൾ അത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളെ ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്, നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഉടച്ച് വെച്ചതാട്ടോ. അതിങ്ങനെ കട്ടിയായി വരും. ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചേമ്പിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് താളിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് താളിച്ച് വെച്ചാൽ ഇവിടെ വാപ്പച്ചയൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കും. തൈരും കൂടി ഉണ്ടെങ്കിൽ അതും തൈരും കൂടിയും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. ആർക്കും ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ കുറച്ച് നേരമായി നമ്മൾ ചേന പൊരിക്കാനൊക്കെ തേച്ച് വെച്ചപ്പോൾ ഞാനൊന്നും കൂടി ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അതിൽ ഇച്ചിരി വെള്ളം പോലെ വന്നിട്ടുണ്ട്. അത് ചേനയും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ തേച്ച് വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇതാ വെളിച്ചെണ്ണ ചൂടായി ഞാൻ പൊരിക്കാൻ ഇടുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് ഇടുക. ഇതിങ്ങനെ പരന്നതിൽ പൊരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പൊരിച്ച് കിട്ടും. കുറേ ട്രിപ്പായിട്ട് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതെടുത്ത് പൊരിക്കാൻ. അടുപ്പത്ത് വെച്ചാൽ മതിയായിരുന്നു, പക്ഷേ അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെ വെച്ച് പൊരിച്ചതാണ്. അപ്പം ഇങ്ങനെ ചേന പൊരിച്ച് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചേമ്പ് പോലെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ, കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ ചേനയൊക്കെ അരിയുമ്പോൾ ചൊറിയില്ലേ ചിലർക്ക്. പക്ഷേ ആദ്യം നമ്മൾ ചൊറിയുമ്പോൾ പിന്നെ നമ്മൾ ചൊറിഞ്ഞ പെട്ടെന്ന് മാന്തുമല്ലോ. അങ്ങനെ മാന്താണ്ടെന്നാൽ പിന്നെ ആ ചൊറിച്ചിൽ മാറിക്കിട്ടും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് തൊടുക. അപ്പോൾ ഇതാ ചേന പൊരിച്ചിട്ടുണ്ട്, ചേമ്പ് താളിച്ചതായി. ഇനി നമുക്ക് ഭക്ഷണം എടുത്ത് വെക്കാമല്ലേ, കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ ഭക്ഷണം എടുത്ത് വെച്ചു. ഇതാ ചേന പൊരിച്ചത്, മീൻ മുളകിട്ടത്, ചോറ്, മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ചു. അത് ഞാൻ മുളക് പൊടി ഉപ്പും തേച്ച് അച്ചാറ് പോലെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പയറുപ്പേരി, പിന്നെ തൈര്. ചേമ്പ് കറിക്ക് തൈര് നിർബന്ധമാണ്.